രാവിലെ പിള്ളേരെ നോക്കാൻ പോണം. എന്തായെന്ന് അറിയില്ല. രാത്രി തുറന്നിട്ട് പോയതാ. ഇപ്പൊ ഇനി ഡെയിലി ഇങ്ങനെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ. രാവിലെ വന്നിട്ടാണ് ഇവർക്കുള്ള ഫുഡ് കാര്യങ്ങളെല്ലാം. ഇപ്പൊ രാത്രി വെച്ച് കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ അതെല്ലാം തീർത്തിട്ടുണ്ടാവും. അപ്പോൾ രാവിലെ തന്നെ വന്ന് റീഫിൽ ചെയ്ത് അവരുടെ ലിറ്ററെല്ലാം ക്ലിയർ ആക്കി വെള്ളം വെച്ച് അങ്ങനെ കുറച്ച് പണിയുണ്ട് രാവിലെ തന്നെ. ഒന്നുമില്ല ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ശ്രുതി ചെയ്യും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഹലോ, 2 3 ഒരാളെന്ത് നോക്കട്ടെ. അമ്മയുടെ കൂടെയാണോ? എവിടെ? ആ 5. ഇവിടെ ഉണ്ടല്ലോ എല്ലാവരും. ഫുഡ് കഴിക്കൂ. അത് എന്താ വേണ്ട? ഷിയോ ഫുഡ് കഴിച്ചാൽ കൂടെ ഉറക്കൊക്കെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കഴിച്ചു തീർക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ കഴിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് ഫുഡ് വേണ്ടേ? അത് ഫുള്ളാക്കിയിട്ടില്ലല്ലോ. അതിലുണ്ടല്ലോ, ബാക്കിയുണ്ടല്ലോ. ഞാൻ തരാം, എന്തായാലും കുറച്ച് തരാം അല്ലേ? കഴിക്ക്. ബാ കഴിക്ക്. വന്നേ പിള്ളേർ, വന്നേ. ബാ കഴിക്ക്. വാ. വന്ന് കഴിക്ക്. ഫുഡ് കഴിക്ക്. വെള്ളം ഉണ്ടല്ലോ, വെള്ളം വെച്ചരാട്ടാ. വെള്ളം കുറവാണ്. നിനക്ക് ഞാൻ ഫുഡ് തരാം. ഇപ്പം ഞാൻ അപ്പുറത്തെടുത്തോണ്ട് വരട്ടെ. അയ്യോ, ആരോ കാലിൻ്റെ പുറകിൽ. ഫുഡ് കഴിച്ച എല്ലാവരും എവിടെ? ഇപ്പോഴും ഒരെണ്ണം മിസ്സിങ് ആണല്ലോ. എവിടെ? അത് അവിടെ പോയിരിക്കണം. അവിടെ ഇരുന്നോ, ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം. ഫുഡ് കൊണ്ടുവരാം. അപ്പുറത്തിരിക്കുക. കൊണ്ടുവരട്ടാ. പുതിയ ഫുഡ് ആമസോണിൽ വന്നിട്ട് അതിന് അപ്പുറത്തിരിക്കുക. ഇങ്ങോട്ട് കൊണ്ടുപോയാൽ കുറച്ച് ഇറങ്ങാം. 7 കിലോ. ഹലോ, എന്തായി? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പേടിത്തൊണ്ടൻ. ഒന്ന് കാട്. മഴ നനഞ്ഞ് ഉഷാറായിട്ട് ഇപ്പം കിട്ടാം. ഇങ്ങോട്ട് വരണ്ട. ഞാൻ കുറച്ച് തരാം നിനക്ക്. ക്യാറ്റ് ഫുഡ് ഇഷ്ടമാണ് പുള്ളിക്ക്. അത് കാരണമാണ് അവിടെ വന്ന് നിൽക്കുന്നത് അല്ലേ? തുറന്നിട്ട് കൊടുക്കണം. അത് നമുക്ക് അപ്പുറത്തേക്ക് വയ്ക്കാം കേട്ടോ. ഇതൊന്നും മാന്തരുതേ. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കയറി നേരെ അപ്പുറത്തേക്ക് പോകും. എന്നിട്ട് നേരെ ഞങ്ങളുടെ റൂമിലിട്ട് ചാടാനാണ് ഇവരുടെ പ്ലാൻ. അത് പഠിപ്പിക്കുന്നതോ സിയോ. ഇപ്പോൾ തരാം, ഫുഡ് തരാം കേട്ടോ. 7 കിലോയുടെ ബോക്സാണ്. ബക്കറ്റിനകത്ത് സെപ്പറേറ്റ് പ്ലാസ്റ്റിക് കവറിൽ ആക്കിയിട്ടാണ് ഒരു വെപ്പ്. കൊള്ളാം. എന്തായാലും വേറെ പാത്രത്തിലേക്ക് മാറ്റാതെ. മൈക്കൊന്നുമില്ല, സൗണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ
കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈവ് വ്ളോഗ് എടുക്കുന്നത്. സാധാരണ ഗതിയിൽ ഷോർട്സിനുള്ള ഐറ്റംസ് ചെയ്യാറുള്ളൂ. ഓക്കെ, നമ്മളിത് നിറച്ച് വയ്ക്കും. ഇതെന്നതേക്കേ ഉള്ളൂ. കുറച്ച് മതി. നല്ല പാത്രമാണ്, അതുകൊണ്ട് എയർ കയറില്ല പെട്ടെന്ന്. നല്ല അടച്ചുറപ്പുള്ള പാത്രം. അത് തരാം, ഫുഡ് തരാം. ഇനി സൂസുവിനെ നമുക്ക് കൂട്ടിന്ന് കഴിക്കണം. സൂസു ഓൾറെഡി ഒരു മെഡിക്കേഷനിലായത് കാരണം നമ്മൾ പാല് കൊടുക്കുക ഓൾറെഡി നിർത്തിയായിരുന്നു. 50 ദിവസം കഴിഞ്ഞു. അത് പിന്നെ പാലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാം അവരുടെ പാല് നിലവിലുള്ള പ്രൊഡക്ഷൻ എല്ലാം നിൽക്കാറായിട്ടുള്ള ടൈമാണിത്. ഒരു 4-5 ആഴ്ച കഴിയുമ്പോഴേക്കും ആദ്യത്തെ അളവിലുള്ള പാല് പിന്നീട് ഉണ്ടാവില്ല. സോ അതുകൊണ്ട് പേടിക്കാനില്ല. പക്ഷെ പിള്ളേർക്ക് എപ്പോഴും പാല് കുടിക്കണം. കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ തെറ്റി പോകും. നമ്മളത് മാക്സിമം എൻ്റർടൈൻ ചെയ്യാറില്ല. ഒരു ദിവസം മാത്രമാണെന്ന് ഡോക്ടറെ അടുത്ത് പറഞ്ഞ ഇപ്പം കൊടുത്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ കഴിക്കുന്ന ടാബ്ലറ്റ്, ഇങ്ങോട്ട് അങ്ങോട്ട് പോണേ, അകത്തേക്ക് വാ. അവൾ കഴിക്കുന്ന ടാബ്ലറ്റിൽ ഉള്ള കണ്ടൻസ് ഈ പിള്ളേർക്ക് അത്ര നല്ലതല്ല. മീൻസ് കിറ്റൻസിൻ്റെ കിഡ്നി എല്ലാം ആയി വരുന്നതല്ലേ ഉണ്ടാവുള്ളൂ, ഫുള്ളി ഫങ്ഷണലായിരിക്കില്ലല്ലോ. ആ ഒരു കേസാണ് ഡോക്ടർ പറഞ്ഞത്. വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു ദിവസം ഒരു 5 ദിവസത്തിന് ശേഷം പാല് കുടിച്ചു, കഴിഞ്ഞ ഞായറാഴ്ച. അതല്ലാതെ ഞങ്ങൾ പാല് കൂടി നിർത്തി അല്ലേ. കണ്ട ഇവിടെ വരെ എത്തി. ഇനി അടുത്തത് അവിടെയാണ്. അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ വഴിയില്ല അല്ലേ. ഇങ്ങോട്ട് നോക്കി സകല ഉടായ്പും കയ്യിലുണ്ട്. അതുകൊണ്ടെന്താ, റിംഗ് വോം ഒന്ന് ചെറുതായിട്ട് വരാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്തു. സൾഫർ ഡിപ്പ് ചെയ്തു. ഒരു ഫസ്റ്റ് കുളിയും കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് ഫ്രഷായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഇവന് മാത്രം ചെറിയൊരു പണി കിട്ടി. വലിയ പണിയൊന്നുമല്ല, ഒരു ചെറിയൊരു പാച്ച് വന്നു. റിംഗ് വാം അറിയാലോ, റൗണ്ട് ഷേപ്പിലാണ് വരുള്ളൂ. അതാണ് ഫസ്റ്റത്തെ അലേർട്ട് വന്നത്. അങ്ങനെ നമ്മളെല്ലാവരെയും ട്രീറ്റ് ചെയ്തു. എല്ലാവർക്കും കാല് എല്ലാവർക്കും ചെറിയ ചെറിയ രീതിയിൽ സ്റ്റാർട്ടിങ് ആയിരുന്നു. പക്ഷെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതായിക്കൊണ്ട് വലിയ കുഴപ്പമില്ല. ഇവളുടെ അടുത്ത് നിന്നാണത് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തും അതേപോലെ ഡെലിവറി കഴിഞ്ഞ് പാൽ കൂട്ടുന്ന സമയത്തും നമുക്കതിന് അവളധികം എന്താ പറയുക, കുളിപ്പിക്കാനോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലാത്തൊരവസ്ഥയാണല്ലോ. അത് കാരണം ആളുടെ ടൈൽ വഴി ആണ് സംഭവം വല്ലാണ്ട് വന്നത്. ടൈലിൽ ഇങ്ങനെ ഡേർട്ടായി അങ്ങനെയാണത് കൂടിയത്. അപ്പോൾ അത് പിള്ളേർക്ക് പാസ് ചെയ്തു, അത്രേ ഉള്ളൂ. അങ്ങനെ ഇതിൽ രക്ഷപ്പെട്ടത് ലവനാണ്. അവന് കുഴപ്പമൊന്നുമില്ല. അവൻ്റെ കുരുത്തക്കേട് കൊണ്ട് അവൻ ആദ്യം സമയത്ത് ഒരു പ്രാവശ്യം മേടിച്ചായിരുന്നു. അത് അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും പുള്ളിക്കാരന് ഉണ്ടായിട്ടില്ല. അവനെ നമ്മൾ മുക്കി സൾഫർ ഡിപ്പിൽ. അപ്പം അകത്തോട്ട് കയറണം, പാൽ കുടിക്കണതിന് വേണ്ടിയിട്ടാണ്. ഡിറ്റോ അതേ സ്വഭാവം, അതേ കുരുത്തക്കേട് എല്ലാം കയ്യിലുണ്ട്. ഒരു സ്ഥലത്ത് അപ്പിയിട്ട് വെച്ചിട്ട് മാന്തി അത് മൂടാൻ വേണ്ടി കാണിക്കുന്നതാണ് കാണുന്നത്. എവിടെ ദൈവം. പിന്നെ ടോയ്സ് ഒന്നും എന്തെങ്കിലുമൊക്കെ മതി. കാർബോർഡ് അങ്ങനത്തെ സാധനങ്ങളും ആണ് അവർക്ക് മെയിനായിട്ട് വേണ്ടത്. ഒരു മാറ്റ് മേടിച്ചു കൊടുത്തിരുന്നു, മറ്റേ വാട്ടർ മാറ്റ് പോലത്തെ, അങ്ങനെ വെള്ളം നിറച്ചിട്ട് കളിക്കാൻ പറ്റിയ ടൈപ്പ്. ഒരു 800 സംതിങ് അങ്ങനെയായി. കുറച്ച് കത്തിയായിരുന്നു. അത് കൊണ്ടുവന്ന് 2ാം ദിവസം തന്നെ പൊട്ടിച്ചു. പിന്നെ ഒരു മുലക്കിട്ടു. പിന്നെ അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്തോ ആ സാധനം കൊണ്ടുവന്ന് അതിൻ്റെ കാർഡ്ബോർഡ് ബോക്സ് മാത്രം ഭയങ്കര കാര്യമായി. അതിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് എടുത്ത് കളഞ്ഞത്. ഒരു 10-15 ദിവസം അത് ഇവിടെ തന്നെ ഉണ്ടായി. അതിൽ കിടന്നുറങ്ങണം, അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ അല്ലേ. നല്ല വലുതായി. ആ സമയത്ത് ഇവിടെ ഒരാൾ, ഇത് സ്ഥിരം പരിപാടിയാണ്, ഇവനിങ്ങനെ എന്നെ ഉപദ്രവിക്കണം. ബാക്ക് സൈഡിലൊക്കെ വന്ന് ഇങ്ങനെ മാന്ത, അതൊക്കെ തന്നെ പരിപാടി. ഇതേ കാലിലടിക്കണം. ഇവരെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ അവസ്ഥ. പിന്നെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് സമയം പോകണമെന്ന് അറിയില്ല കേട്ടോ. അത് മറ്റൊരു സത്യം. ഇന്നെന്തോ ഫുഡ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതാണ്. ഇന്നലെ രാവിലെ 8 മണിയാകുമ്പോഴേക്കും ഫുഡെല്ലാം തീർത്ത് വെച്ച് വെള്ളം ഫുൾ വറ്റിച്ച് ഇരിപ്പുണ്ടായിരുന്നു. വെള്ളമെല്ലാം കുടിക്കും നല്ലോണം. അങ്ങനെ
എന്താ കിടക്കണോ? ഞങ്ങളുടെ നീലക്കണ്ണൻ അവനാണ് ഞങ്ങളുടെ വികൃതി ചക്കൻ അല്ലേ? വികൃതി ചക്ക. ആ ആ അതാണോട്ടാ, സ്പൈഡർമാനാണ്. കയറിക്കോ, മോളിൽ കയറിക്കോ. വേണ്ടേ? മോളില്ലാന്ന് അവിടെ ഇരുന്നോ. അവൻ്റെ നെറ്റിയിലെ രോമം വന്നു തുടങ്ങി. കാണുമ്പോൾ എന്തോ പോലെ എന്നുള്ളൂ, പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല. ആൾ ആക്റ്റീവാണ്. ജസ്റ്റ് ആ രോമം, അവിടുത്തെ രോമം പോയി, അതുകൊണ്ടാണ് ഇറങ്ങുന്നത് പെട്ടെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പീക്ക് കണ്ടീഷനിലായിരിക്കും ചിലപ്പോൾ നമ്മൾ അറിയാൻ പോകുന്നത്. അപ്പോഴേക്കും ഇത് പനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇത് പക്ഷേ അതിൻ്റെ ആവശ്യം വേണ്ടിയൊന്നുമില്ല. ആ രോമം പോയപ്പോൾ തന്നെ നമ്മളെല്ലാം ഡിറ്റക്ട് ചെയ്ത് അവർക്കുള്ള മെഡിസിൻ, അതേപോലെ കഴിക്കാനുള്ള ഓയിൻമെൻ്റ് ഉണ്ട്, ഡ്രോപ്പ് ഉണ്ട്, അതെല്ലാം ചെയ്ത് കൊടുത്തു. കാരണം ഇവർക്ക് ഓൾറെഡി പേഷ്യൻസിനാണെങ്കിൽ അസുഖം വരാൻ ഒരു ഇതുമില്ല, പെട്ടെന്ന് പിടിക്കും അസുഖം. നാടനെക്കാട്ടിലും അസുഖം വരാനതിന് ചാൻസ് ഇവർക്ക് എത്ര ഒരു പ്രതിരോധത്തിൻ്റെ ഇതില്ല. അപ്പോൾ പേർഷ്യൻ കാറ്റിന് എപ്പോഴും ഒരു അസുഖം ഇങ്ങനെ ചാൻസ് കൂടുതലാണ് അവർക്ക്. നമ്മുടെ സൂസുവിൻ്റെ കേസ് ഓൾറെഡി അറിയാമല്ലോ. അവൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. പെറ്റ് ഷോപ്പിൽ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അവൾക്ക് ഉണ്ടായിരുന്നു. ആ ടൈമിൽ നല്ല രീതിയിൽ അവർക്ക് പ്രശ്നമായതാണ്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുന്നിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഇതിൻ്റെ കേസ് അറിയാം. അതായത് അവൾക്ക് വന്ന സമയത്ത് ഞാൻ ശരിക്കും പാനിക്കായിരുന്നു, എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ അതിൽ വെയിറ്റ് ചെയ്ത് സിഒ വന്നു. സിഒ ഇവളുടെ കൂടെ കൂട്ടുകൂടി ലാസ്റ്റ് അവൻ്റെ കണ്ണിന് ചെറുതായിട്ടൊന്ന് അത് വന്നു, ഇൻഫെക്ഷൻ പോലായി. അത് പക്ഷേ പെട്ടെന്ന് മാറി. അപ്പോൾ അതൊക്കെ എല്ലാം നമ്മൾ ട്രീറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടിയതുകൊണ്ടും പിന്നെ ഡോക്ടറുടെ അഡ്വൈസും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തതുകൊണ്ടും കറക്റ്റായിട്ട് മാറി. പിന്നെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് പിള്ളേരെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് നോക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ പാല് കുടിക്കുന്ന സമയത്ത് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ആ ടൈമിൽ പിള്ളേരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മീൻസ് അവരുടെ വഴിക്ക് വിടാൻ മാത്രമേ ഉള്ളൂ. ഇതേപോലെ ഓടിക്കളിക്കാനായ സമയത്താണ് ഇപ്പോൾ കേട്ടില്ലേ, അപ്പോഴാണ് നമ്മളതിനെ എന്താ പറയുക ഒന്ന് കുളിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ കടന്നത്. ആ പുറത്ത് വിടില്ല, പുറത്ത് വിടാൻ വേണ്ടിയാണ് അവള് ഇത് പുറത്ത് വിട്ട് നോക്കാം. എന്താ കൂടിന് കാവലിരിക്കുന്നു. പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പിള്ളേരെല്ലാം പുറകെ പോവും. അതോടെ കണ്ടിട്ടില്ല. ചെറുതായിട്ടൊരു ഹീറ്റിലിറങ്ങുക. അവനും അത്ര പന്തികേതാണ്. അത് കാരണം ഞാൻ രണ്ടുപേരും ഒരുമിച്ച് തുറന്നു വിടാറില്ല. പിള്ളേർക്ക് ആണെങ്കിൽ പാല് കുടിക്കണം, ഇവനാണെങ്കിൽ വേറെ അസുഖം. സൂസന്റെ ടൈലിലും ഒക്കെ രോഗം വരാൻ തുടങ്ങി. ഇവിടെ ചെറുതായിട്ട് ഒരു ഇതുണ്ടായിരുന്നു, പാച്ച്, അതൊക്കെ മാറി. അവൾക്കാണ് മെയിനായിട്ട് ആൻറ്റിബയോട്ടിക് ഉള്ളത്. ഇവർക്കൊന്നും ആൻറ്റിബയോട്ടിക് ഒന്നുമില്ല. അവർക്ക് ജസ്റ്റ് ഒരു ഓയിൻമെൻറ്റ്, അതേപോലെ ഐ ഡ്രോപ്പ്, ഐക്ക് ഉള്ള ഓയിൻമെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ മടിച്ചു നിൽക്കാതെ പോയി ട്രീറ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണുള്ളത്. മാക്സിമം പറ്റാവുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിരിക്കുക. നിങ്ങളുടെ സൈഡിലുള്ള അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റൽ നല്ലതാണെങ്കിൽ ഓക്കെ, നമുക്കത്ര നല്ല അനുഭവമല്ല. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ഡോക്ടർ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ ആളുടെ അടുത്ത് പോയി അതിന് വേണ്ട കറക്റ്റ് മെഡിസിൻ എന്താണോ വേണ്ടത് അത് കറക്റ്റായിട്ട് പറഞ്ഞു തരും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. കുടിക്കാനുള്ള ട്രിക്കുകളാണ്. ആദ്യം ഒന്ന് നക്കി തുടക്കും, പിന്നെ അവളോടെ കിടക്കും. കിടന്നു കഴിയുമ്പോൾ സ്പോട്ടിൽ ഇതാ അവനിപ്പോൾ പോകും. എങ്ങടാ ഇപ്പോൾ ഫുഡ് കഴിക്കാനുള്ളത് വരെയല്ല. ഇപ്പോൾ വരും കേട്ടോ ആരെങ്കിലുമൊക്കെ. പാല് കുടിച്ചതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കണ്ടൻറ്റ് ഇതിൻ്റെ ടാബ്ലറ്റ് കഴിക്കുന്നതല്ലേ, അപ്പോൾ ആ മെഡിക്കേഷൻ്റെ കണ്ടൻറ്റ് ഇതിലുണ്ടാവും. കുടിക്കരുത് എന്നാണ്. പോയിക്കോ വേണ്ട റിസ്ക് എടുക്കുന്നില്ല. അത് മതി, എത്രയൊക്കെ ദിവസമായില്ലേ ഇത്. നമുക്കറിയാം, ഞാൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അവൾ നേരെ ഓടിപ്പോവും. അവളുടെ വാല് നല്ല രസമുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിരിപ്പുണ്ടെന്ന് അങ്ങനെ ആക്കിയത് ഞാനാ കട്ട് ചെയ്ത് കളഞ്ഞു. ഇവളാണ് കടങ്ങിയിരിക്കില്ല, അത് കാരണം ആ കോലത്തിലായി. എങ്ങടാ പോന്നെ? സൂസു പിള്ളേരെ ബെസ്റ്റ് അവിടെ തന്നെ കിടക്ക്. അപ്പൊ പിള്ളേരെല്ലാവരും വന്ന് വീണ്ടും കയറും. നോക്കും ഇവിടെ ഒരാൾ മനസ്സിലായിട്ടില്ലെന്നുണ്ട്. വാതിൽ തള്ളി പിടിക്കാനുള്ള ശ്രമത്തില്ല. കൈയിട്ട് തുറക്കും. അതൊക്കെ ഇവനെ കണ്ട് പഠിച്ചിരിക്കുന്ന. ഇവനാണ് ചാടാൻ മെയിൻ. മാറി മതി പിള്ളേർ. നോ എനിക്ക് ഇതേ പോണം, സമ്മതിക്കില്ല. ഹായ് സിയോ
എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഒന്നും പറയാനില്ല, എന്നെ തുറന്നിട്ടാണ് അവൻ പറയുന്നത്. അങ്ങോട്ട് പറയേ. എവിടെ പിള്ളേരെ കിട്ടിയതിന്റെ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. ആർക്കും കൂടുതൽ ഒറ്റയ്ക്ക് ഇരിക്കണേ, പക്ഷെ വേറെ വഴിയില്ല. ഇതാണ് കണ്ണു തെറ്റിയുള്ള സ്വഭാവം. അവിടെ ഇല്ല മോനെ, അതിൽ ഇങ്ങോട്ട് മാറി മാറി പതുക്കെ പതുക്കെ പതുക്കെ. ആ മാറി. സുസു സുസു കൂട്ട് പോയാ ചെല്. ഇല്ല ഇല്ല, ചെല് തിരിച്ചു പോകും. കയറി തിരിച്ചു കയറും. ഇങ്ങോട്ട് വാ. ഇവക്ക് പിന്നെ അനുസരണം ഉണ്ട്, മറ്റവൻ്റെ പോലെ അല്ല. കയറി കൂട്ട് കയറി. തിരിച്ചു കയറും. കയറിക്കോ. കയറേ. ആ വാല മാറ്റ്. ആ ഇവിടെ ഒരു കൊച്ച്, അതായത് ഡെലിവറിയിലുണ്ടായ ലാസ്റ്റ് കൊച്ച് മാത്രമാണ് കൂടുതൽ അറ്റാച്ച്മെന്റ് കിട്ടുന്നത്. അതായത് ഭയങ്കര അറ്റാച്ച്മെന്റ് അവിടെ ഉണ്ട്. അതിവിടെ വന്ന് കിടക്കും, അങ്ങനെയൊക്കെയാണ്. അയ്യോ, ഓ ലിറ്ററല കറുത്ത മണി പോലെ കിടക്കുന്നതെല്ലാം ഇവരുടെ സംഭാവനകളാണ്. രാവിലെ ക്ലീൻ ആക്കണം ഇനി, അതാണ് അടുത്ത ജോലി. ഹായ്, ഇതെന്തത് എന്നും കളിക്കുന്നില്ല. വൈറ്റ് ബോൾ പിന്നെയും കളിക്കും. ബാക്കിയുള്ള ബോളുകളൊക്കെ ചുമ്മാ തട്ടി മാറ്റിയിടും. വൈറ്റ് ബോൾ ഒരു ചെറിയ ബോളുണ്ട്, അത് ഭയങ്കര കളിയാണ്. പക്ഷെ അത് ഏതെങ്കിലും ഇതിൻ്റെ കേജിൻ്റെ ഇടയിലേക്കൊക്കെ പോകും, പിന്നെ അത് കിട്ടൂല. അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് തന്നെ ഡെയിലി പരിപാടി. രാവിലെ ഇങ്ങനെ, രാത്രി വേറെ, അങ്ങനെ പോകുന്നു. ഓക്കെ, ബൈ.